തന്നെ സേവിച്ച സർവചരാചരങ്ങൾക്കും അനുഗ്രഹത്തെ ചൊരിഞ്ഞുകൊണ്ട് തന്റെ അവതാര കർത്തവ്യങ്ങളെല്ലാം സമർപ്പിച്ച് തിരിച്ചെഴുന്നള്ളാനായി ഒരുങ്ങുന്ന ദ്വാരകാധീശനായ പരമപുരുഷോത്തമൻ ഗോലോകനാഥനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ഭാഗവതയജ്ഞത്തിന്റെ ഈ സമാപന സുദിനം നമുക്ക് ആരംഭിക്കാം. പലവിധത്തിലുള്ളതായ പ്രാരബ്ധ ദുഃഖങ്ങളിലേക്ക് ചേർന്നിരുന്ന നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിനെ ഭഗവാന്റെ കഥകളും ഭഗവാന്റെ തിരുനാമങ്ങളും സർവവിധത്തിലും അനുഗ്രഹിച്ചുകൊണ്ട് അത്തരത്തിലുള്ളതായ പ്രാരബ്ധങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തി ഈ കഴിഞ്ഞ 7 ദിവസങ്ങളിലായിട്ട് എന്നുണ്ടെങ്കിൽ സംസാര സാഗരത്തെ തരണം ചെയ്യാൻ ശ്രീമദ് ഭാഗവതം സർവവിധത്തിലും ഭക്തന്മാർക്കൊരു തോണിയായിട്ട് മാറുന്നു. ഗുരുനാഥനാകുന്ന അമരക്കാരനും ഭഗവാന്റെ കാരുണ്യമാകുന്ന അനുകൂലമായ കാറ്റും വീശുന്നതായ ഈ ഒരു കലിയുഗത്തിൽ ശ്രീമദ് ഭാഗവതമാകുന്നതായ ഈ നാമ നൗകയിലേക്ക് ആർക്ക് കയറാൻ സാധിക്കുന്നുവോ അവർക്ക് നിഷ്പ്രയാസം സംസാര സാഗരത്തെ ഭവസാഗരത്തെ തരണം ചെയ്യാൻ സാധിക്കുമെന്ന് സജ്ജനങ്ങൾ പറയുന്നു. അത്തരത്തിൽ ഭഗവാന്റെ കഥകളെയും ഭഗവാന്റെ നാമങ്ങളെയും ഭക്തന്മാർക്ക് നൽകിക്കൊണ്ട് എത്രയോ കാലങ്ങളായി ആശ്രയിക്കുന്ന സർവ്വജീവജാലങ്ങൾക്കും പ്രാരബ്ധത്തിന്റെ ചൂടിൽ നിന്ന് തണല് കൊടുത്ത് വിശ്രമകേന്ദ്രമായി തീരുന്നു ശ്രീമദ് ഭാഗവതം എന്നുണ്ടെങ്കിൽ ഭാഗവതം വെറുമൊരു പുസ്തകമല്ല, ഭഗവത് സ്വരൂപം തന്നെ. അത്തരത്തിൽ ശ്രീമദ് ഭാഗവതത്തെ ശ്രീകൃഷ്ണ സ്വരൂപമായി സേവിക്കാനും മനുഷ്യജന്മത്തെ ഭാഗവതദാസനായി ധന്യമാക്കാനും നമുക്ക് സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. നാമം ജപിക്കുമ്പോഴും ഭഗവാന്റെ പാദത്തിലേക്ക് പുഷ്പാഞ്ജലി ചെയ്യുമ്പോഴും പലവിധത്തിലുള്ള മോഹങ്ങളാണ് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ. നമ്മുടെ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ സാമർഥ്യം കൊണ്ടോ എല്ലാ മോഹങ്ങളെയും സാധിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. അവിടെയാണ് നമുക്ക് മുകളിലുള്ള കാലം എന്ന ശക്തിയെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. കാലം നമുക്ക് അനുകൂലമാകുമ്പോഴാണ്, നല്ല കാലം വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മയും സന്തോഷവും നിറയുന്നത് എന്നുണ്ടെങ്കിൽ കാലം അതിനെ നിയന്ത്രിക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. എന്നാൽ കാലചക്രപാണിയായ കാലത്തെ പോലും തന്റെ തൃക്കരത്തിലൊരു ചക്രമാക്കി ധരിച്ച ആനന്ദസ്വരൂപനായ ഭഗവാൻ, ആ ഭഗവാന്റെ അനുകൂലമായ കടാക്ഷം എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനെയാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല കാലമായി കണക്കാക്കേണ്ടത്. എങ്കിൽ ഭഗവാന്റെ കഥ കേൾക്കാനും ഭഗവൻ നാമജപിക്കാനും പ്രാരബ്ധങ്ങളുടെ ഇടയിൽ നിന്നും ശ്രീമദ് ഭാഗവതത്തെ സേവിക്കാനും ലഭിക്കുന്നതായ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നല്ല കാലം തന്നെയാണ്. എല്ലാ മോഹങ്ങളെയും മോഹനരൂപനായ മോഹിനീരൂപനായ ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിക്കാൻ ഈ ഒരു രംഗത്തിൽ സാധിക്കട്ടെ. മോഹങ്ങളെല്ലാം ഭഗവാൻ സാധിപ്പിച്ചു തരട്ടെ. സർവോപരി ഭാഗവതം എന്താണെന്നോ ഭാഗവതത്തിന്റെ മഹിമ എന്താണെന്നോ ഭഗവത് കഥകളുടെ മഹാത്മ്യം എന്താണെന്നോ അറിയാതെ പലവിധത്തിലുള്ളതായ പ്രാരബ്ധങ്ങളുടെ ചെളിക്കുണ്ടിലേക്ക് താഴ്ന്നു പോകേണ്ടിയിരുന്ന ഞങ്ങൾ ഓരോരുത്തരെയും കൈപിടിച്ച് ഭാഗവതത്തിന് മുൻപിലേക്ക് ഇരുത്തി ഭാഗവതത്തെ കൈകളിലേക്ക് എടുത്തു തന്ന് ഭഗവത് കഥകളെ പാടാനും ഭാഗവതത്തെ സേവിക്കാനും അനുഗ്രഹം ചൊരിഞ്ഞ വഴികാട്ടികളായ ഗുരുനാഥന്മാർ അനേകമാണ്. അത്തരത്തിലുള്ളതായ സകല ഭാഗവതോത്തമന്മാരായ ഗുരുനാഥന്മാരെയും നമസ്കരിച്ച് സകല ഗുരുനാഥന്മാർക്കും ഗുരുനാഥനായ വ്യാസപുത്രൻ സുഖബ്രഹ്മഋഷിയെ നമസ്കരിച്ച് ഗുരുത്വത്തോടെ ഭാഗവതത്തെ സേവിക്കാൻ, ഗുരുത്വത്തോടെ ഈ ലോകത്തോട് പെരുമാറാൻ, അതുവഴി ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ജീവിതത്തിൽ നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൈലാസനാഥനായ ശ്രീ മഹാദേവനെയും നമ്മുടെ ക്ഷേത്ര ചൈതന്യമായി സർവേശ്വരിയായി കുടികൊള്ളുന്നതായ കന്യാഭഗവതി ആ മഹാമായെയും നമസ്കരിച്ചുകൊണ്ട് 7 നാളുകളിലായി ഈ ഒരു ഭഗവത് കഥാമൃതത്തെ നമുക്കായി ഇവിടെ ഒരുക്കാനും അനുഗ്രഹം ചൊരിയുന്ന ആളയംകോട്ടപ്പന്റെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗവതാർച്ചന ആരംഭിക്കാം. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധരഭവാർണവാത് ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോസി മയാ നാഥ ഭവസാഗരേ മനോരഥോ മദീയോയം സബലഃ സർവഥാ
त्वया सफलः सर्वथा त्वया निर्विघ्नेनैव कर्तव्य निर्विघ्नेनैव दासोऽहं कर्तव्यः तव केशव दासोऽहं तव केशव शुकरूपप्रबोधज्ञा शुकरूपप्रबोधज्ञा सर्वशास्त्रविशारदा सर्वशास्त्रविशारदा कथाप्रकाशेन यत्कथाप्रकाशेन मदज्ञानं विनाशय मदज्ञानं विनाशय शिवं शिवकरं शान्तम् शिवं शिवकरं शान्तम् शिवात्मानं शिवोत्तमं शिवात्मानं शिवोत्तमम् शिवमार्गप्रणेतारं शिवमार्गप्रणेतारम् प्रणतोऽस्मि सदा शिवं प्रणतोऽस्मि सदा शिवम् सर्वमङ्गलमङ्गल्ये सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते नारायणि नमोऽस्तुते कृष्णाय वासुदेवाय कृष्णाय वासुदेवाय देवकी नन्दनाय च देवकी नन्दनाय च नन्दगोपकुमाराय नन्दगोपकुमाराय गोविन्दाय नमो नमः गोविन्दाय नमो नमः 110-ലധികം വർഷം ശ്രീകൃഷ്ണ ഭഗവാന്റെ നിഴല് പോലെ ഭഗവാനെ സേവിച്ചു ഭഗവാന്റെ സർവസ്വവുമായ ഉദ്ധവൻ എന്ന ഭക്തൻ വൃന്ദാവനത്തിലെ ഗോപികമാരുടെ കാൽപ്പൊടികളിൽ വീണ് നമസ്കരിച്ചു ഭക്തിയുടെ പരീക്ഷ പാസായതായ ആ ഉദ്ധവനെ തന്റെ നിഴല് പോലെ ചേർത്ത് നിർത്തി ശ്രീകൃഷ്ണ ഭഗവാൻ ഒടുവിൽ കൃഷ്ണനാട്ടം കഴിഞ്ഞ് ഭഗവാൻ തിരിച്ചെഴുന്നള്ളുന്നതായ ആ അവസാന വേളയിൽ പിരിയാൻ സാധിക്കാതെ ആ ഉദ്ധവൻ എന്ന പരമഭക്തനെ ചേർത്തിരുത്തി ഭാഗവത ധർമ്മത്തെ മുഴുവൻ ഉദ്ധവനായി ഉപദേശിച്ചു. ഉപദേശങ്ങളെല്ലാം സമർപ്പിച്ച് ഹിമവാന്റെ നെറുകയിലേക്ക് ബദരീനാഥത്തിലേക്ക് ഉദ്ധവനെ തപസ്സിനായി പറഞ്ഞേക്കുന്ന രംഗത്തിൽ എത്രയൊക്കെ ഉപദേശം കേട്ടും ഭഗവാന്റെ പാദത്തെ പിരിയാൻ സാധിക്കാതെ ഉദ്ധവൻ വീണ് നമസ്കരിച്ചപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഉദ്ധവന്റെ ശിരസിൽ തന്റെ തൃക്കരത്തെ സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ ചോദിക്കുന്നു, ഇനി ഞാൻ എന്ത് തരണം എന്റെ ഉദ്ധവന്? അവിടെ മഹായോഗിനായിട്ടുള്ള അങ്ങയുടെ ശ്രീപാദപത്മങ്ങളിലേക്ക് ഇടമുറിയാതെ ഒഴുകുന്നതായ പ്രേമധാര അടിയനുണ്ടാവണമേ എന്ന് ഉദ്ധവൻ പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ നിഴലിൽ നിന്നും അറിയാലും പ്രാരബ്ധത്തിന്റെ തീച്ചൂടേക്ക് തളരാതിരിക്കാൻ ഹൃദയത്തിൽ എന്നും തണുത്ത നീരുറവയായിട്ട് ഭഗവത് പ്രേമം ഭഗവത് ഭക്തി നമുക്കുണ്ടാവട്ടെ. അതിന് ഉദ്ധവന്റെ ആ പ്രാർത്ഥനയെ നമുക്കും ഭാഗവത സ്വരൂപിയായ ഭഗവാന്റെ മുൻപിലേക്ക് സമർപ്പിക്കാം. നമോസ്തുതേ മഹായോഗിൻ നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാ പ്രപന്നമനുഷാധിമാ യഥാ തുൽചരണാംഭോജേ യഥാ തുച്ചരണാംഭോജേ രതിസ്യാദനപായിനി കൃഷ്ണായ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ ഹരയേ പ്രണതക്ലേശനാശായ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ ഗോവിന്ദായ നമോ കൃഷ്ണായ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണായ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ ഗോവിന്ദായ നമോ നമഃ. ഇനിയും ഭാഗവത കഥകളെ കേൾക്കാനും ഭഗവാന്റെ നാമങ്ങളെ ജപിക്കാനും ശ്രീമദ് ഭാഗവതത്തെ സേവിക്കാനും ഭഗവാൻ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
നാരായണ നാമത്തിൽ ലഭിച്ച് അർച്ചിക്കുക. നാരായണ